കോഴിക്കോടൻ ഭാഷയിൽ നമ്മളെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന വല്ലാത്ത പഹയൻ എന്ന അപരനാമത്തിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയ ശ്രീ വിനോദ് നാരായണനുമായി സുഹൃത്ത് സൂനജ അടുത്ത സെഷനിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂനജ. കണ്ടതും കേട്ടതും പിന്നെ പറയാത്തതും എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനുള്ള വ്യക്തി നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ശ്രീ വിനോദ് നാരായൺ. സ്വാഗതം. വിനോദ് നാരായൺ എന്ന പേരിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയുന്നത് മറ്റൊരു പേരാണ്, രസമുള്ള പേരാണ്, വല്ലാത്ത പഹയൻ അല്ലേ? അത് തന്നെ ആദ്യം ഞാൻ ചോദിക്കട്ടെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ഇതൊരു ക്ലീശ ചോദ്യമായിരിക്കും എനിക്കറിയാം, എങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനൊരു പേര് തിരഞ്ഞെടുക്കാൻ ഇടയായത്? ഒരു കൊടുങ്ങല്ലൂരുകാരുണ്ട്, പടിയത്ത് കൊച്ചുമൊയ്തീൻ കുഞ്ഞാലു എന്ന് പറഞ്ഞൊരു ആളുണ്ട്. കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. വേറൊരു പേരുണ്ട്, ബഹദൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ എന്ന് പറയുന്നത് ബഹദൂറാണ്. അപ്പോൾ ബഹദൂർ എന്നുള്ള പേരിടാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് ആൾക്കാർക്ക് പ്രശ്നമാവില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ബഹദൂറിൻ്റെ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് വല്ലാത്ത പഹയൻ എന്നുള്ള സിനിമ. അപ്പം അങ്ങനെ നേരെ എടുത്തതാണ്. അതാണ് കാരണം അല്ലേ? കോഴിക്കോടുകാരനാണെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ സിലിക്കൺ വാലിയിൽ, കാലിഫോർണിയ സിലിക്കൺ വാലിയിൽ സെറ്റിൽഡാണ് അല്ലേ? ഇപ്പോൾ കുറേ സമയം ഒരുപാട് ലേറ്റായി കൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. കണ്ടതും കേട്ടതും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ, ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ താങ്കളുടെ സംസാരം കേൾക്കാനാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. കണ്ടതും കേട്ടതും പിന്നെ പറയാത്തതും എന്നുള്ള ഈ വിഷയം കേൾക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇല്ല അത് കണ്ടാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നതും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലേ? നമ്മൾ തന്നെ ഒരു ഡബിൾ ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാവുന്നുണ്ട്. അതിപ്പം കണ്ടത്, കേട്ടത്, വായിക്കുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെ. അതിലിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ പറയുന്നുണ്ടോ എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. പറയണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ബീറ്റ് ജനറേഷൻ്റെ ഒരു എഴുത്തുകാരുണ്ട്, ജാക്ക് കെറാക്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഓൾ ഐ ഹാവ് ടു ഗിവ് എനിബഡി ഈസ് മൈ കൺഫ്യൂഷൻ. അത് മാത്രമല്ല, ഈ അങ്കലാപ്പ്, ആശയക്കുഴപ്പം എന്നുള്ളത് മാത്രമേ നമുക്കൊക്കെ ആർക്കും കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഈ സേർട്ടനിറ്റീൻ്റെ ആൾക്കാരാണ്. എല്ലാവർക്കും ഇങ്ങനെ സേർട്ടനായിട്ട് സാധനം വേണം. ഈ ഗ്രേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എല്ലാം ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രേ തീരെ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഇതിന് മുമ്പേയും ഇതാണ്. ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഇറങ്ങിയ 2 പുസ്തകങ്ങൾ എൻ്റെ എപ്പോഴും വായിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് യുവാൽ ഹരാരിൻ്റെ നെക്സസ് ആണ്. അത് AI വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മൊത്തമായിട്ടുള്ള ഇൻഫർമേഷൻ റെവല്യൂഷൻസ് വരുന്നത്, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളത്. മറ്റേ ബുക്ക് മാൽക്കം ഗാഡ്വെലിൻ്റെ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, 1999-2000. അതിൻ്റെ റിവെഞ്ച് ഓഫ് ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും ഒരേപോലുള്ള പുസ്തകങ്ങളല്ല, എന്നാലും അതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പം ഹരാരി പറയുന്നുണ്ട്, എത്രയോ ആൾക്കാരുടെ ജീവന് കാരണമായൊരു വ്യക്തിയാണ് ഗുട്ടൻബർഗ്. അപ്പോൾ അയാൾ പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങി. അത് ഭയങ്കര റെവല്യൂഷനാണ്, ഗംഭീര സംഭവം എന്നല്ല പറയുന്നത്. പക്ഷേ അത് പ്രിൻറ്റിങ് തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യം പ്രിൻ്റ് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ ആ കാലത്ത് വൈറലായ പുസ്തകം എങ്ങനെ ഒരു വിച്ചിനെ കണ്ടെത്താം, എങ്ങനെയൊക്കെ ആ വിച്ചിനെ കൊന്നൊടുക്കാം എന്നുള്ളതാണ്. ആ പുസ്തകം ഭയങ്കരമായിട്ട് വിറ്റുപോയി. ആ പുസ്തകം വിറ്റുപോയി എന്ന് മാത്രമല്ല, ആ പുസ്തകം ഇവരുടെ ഒരു ലോ, അതായത് ഒരു ഹൗ ടു ബുക്കായി മാറി. ഇന്നൊക്കെ നമ്മൾ ഹൗ ടു ബുക്ക് എന്ന് പറയുന്നില്ല, അതേമാതിരി ഹൗ ടു ബുക്ക്. അപ്പം ഏതൊരാളെ കണ്ടാൽ നമുക്ക് ഇതൊരു വിച്ചാണ് എന്ന് തീരുമാനിക്കാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ. അപ്പോൾ എത്രയോ ആൾക്കാരെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിച്ചാണ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിലൊക്കെ എത്രയോ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദി ശരിക്കും പറഞ്ഞാൽ ഗുട്ടൻബർഗാണ്. അപ്പോൾ
ഏതൊരു ഇപ്പോൾ റെവല്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ റെവല്യൂഷനും ഇപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രിൻറ്റിങ് റെവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഗുണകരമായിട്ടാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ പ്രോഗ്രസ് അനേകം ഗ്രേവ്സിൻ്റെ മുകളിൽ കൂടിയാണ് ഈ പ്രോഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളെ പ്രിവിലേജിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും എന്ന് പറയുന്ന സമയത്ത് പലതും നമ്മൾ കൺവീനിയൻ്റ്ലി നമ്മളുടെ പ്രിവിലേജ് കൊണ്ട് കാണാതിരിക്കുന്നുണ്ട്. അത് കാണാനുള്ള ശ്രമം എന്തിനാ നടത്തുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഷെയർഡ് സെർട്ടനിറ്റി അല്ല, ഒരു ഷെയർഡ് കൺഫ്യൂഷനാണ്. ആ ഒരു ഷെയർഡ് കൺഫ്യൂഷൻ ആൾക്കാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരും സെൽഫ് കറക്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി പറയുമ്പോൾ നിനക്കൊന്നും ഒരു നിലപാടില്ലെന്ന് ചോദിക്കും. എന്തിനൊക്കെ എനിക്ക് നിലപാട്? അല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിലപാടുണ്ടാവണമെന്നുള്ളത്? എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, അതെൻ്റെത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? കൈ ഒന്നിക്കാൻ പറ്റുമോ? 2 നിഷ്പക്ഷരുണ്ട്. അവിടെ ഒറ്റ ഒരാളിങ്ങനെ പൊന്തി പിന്നെ മറ്റേ കൈ താഴ്ത്തി. ഈ ഞാൻ നിഷ്പക്ഷനെന്ന് ആൾക്കാർ പറയാറുണ്ട് എന്നോട്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം അയാളുടെ പക്ഷത്തിലാവുകയാണെങ്കിൽ ഞാൻ നിഷ്പക്ഷനായി. കാരണം അയാളുടെ ധാരണയിൽ അയാൾ നിഷ്പക്ഷനാണ്. അപ്പോൾ ഒരേ സമയത്ത് പല പല പക്ഷങ്ങളിലുള്ള ആൾക്കാരെന്നെ നിഷ്പക്ഷനാണെന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു വി ഷുഡ് ഫൈൻഡ് എ ന്യൂ പ്രിസം ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി, ഇൻ്റർപ്രറ്റ് റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള 1-2 തോട്ട്സ് ഞങ്ങളോട് പറയാം. ഓപ്പിയോഡ് ക്രൈസിസ് എവറി വൺ നോസ് അബൌട്ട്, ഭയങ്കരമായിട്ട് മരുന്നുകൾ വന്നിട്ട്. അപ്പോൾ പേർഡ്യൂ ഫാമ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാബ്ലറ്റ്സ് ആയതുകൊണ്ട് അതിനെ പൊടിച്ചിട്ട് സ്നോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ധാരാളം ആൾക്കാർ മരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇവരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരതിനെ ഒരു ഗമ്മി ലെവൽ സാധനമാക്കി. അപ്പോൾ എന്താ വെച്ചാൽ അതിനെ പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ പൊടിച്ചിട്ട് മൂക്കിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു. ഇത് പൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ നേരെ ഇതിനെക്കാട്ടും കൂടുതൽ പോട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിലേക്ക് പോയിട്ട് മരണനിരക്ക് കൂടി. പക്ഷേ ചില സ്ഥലങ്ങളിൽ മരണം ഇങ്ങനെ ഉണ്ടായില്ല. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോൾ മാഡൻ എന്ന് പറഞ്ഞിട്ട് 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലൊരു കാലിഫോർണിയ നാർക്കോട്ടിക്സ് ബ്യൂറോൻ്റെ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളൊരു ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നു. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്, ഒപ്പിയോയിഡ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ 3 കോപ്പി വേണം. ആ കോപ്പി ഒന്ന് പേഷ്യൻറ്റിന്, ഒന്ന് ഫാർമസിക്ക്, ഒന്ന് നാർക്കോട്ടിക്സ് ബ്യൂറോന്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഇറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു പ്രിസ്ക്രൈബ്. ഇത് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റ്സും അത് ശരിയല്ല എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്. ആ സ്ഥലങ്ങളിലാണ് ഒപ്പിയോയിഡ് ക്രൈസിസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത്. അപ്പം നമ്മളുടെയൊക്കെ ഇതിൽ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ട്രൈ ടു make it easy to do the good things or the right things, and we should make it extremely difficult to do the bad things and to do the wrong things. എങ്ങനെയാണ് നമ്മൾ ബാഡ്, എങ്ങനെയാണ് നമ്മൾ ഗുഡ് എന്നുള്ളതൊക്കെ ഇതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഈ പക്ഷങ്ങളായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇത് സ്നോർട്ട് ചെയ്തോട്ടെ, അത്ര ആൾക്കാർ മരിച്ചോട്ടെ, അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ആൾക്കാർ മരിക്കുന്നതാണ് എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ? അത് ശരിയാണോ? വലിയ കൺഫ്യൂഷനാണ്. കോവിഡ്, നമ്മളൊക്കെ കോവിഡിൻ്റെ സമയത്ത് കൂടെ പോയതാണ്. കോവിഡിൽ ഈ സൂപ്പർ സ്പ്രെഡേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ ചില ആൾക്കാരുടെ സലൈവ ഡെൻസാണ്. സലൈവ ഡെൻസാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നതും സൂനജ സംസാരിക്കുന്നതും തമ്മിൽ ചിലപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് കൂടുതൽ ആൾക്കാരെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് എൻ്റെ ഒരു സ്ട്രക്ചറാണ്, എൻ്റെ സലൈവേൻ്റെ സ്ട്രക്ചറാണ്. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ മാതിരിയുള്ള കുറേ എണ്ണത്തിനെ പിടിച്ച് ജയിലിലടയ്ക്കാൻ പറ്റുമോ നെക്സ്റ്റ് പാൻഡമിക് വരുന്ന സമയത്ത്? അവിടെ എൻ്റെ ഫ്രീഡത്തിന് വിലയുണ്ടോ? അല്ലെ എന്നെ കംപ്ലീറ്റ് എൻ്റെ സംസാരിക്കാനുള്ള ശേഷിയായിട്ട് എടുത്ത് കളഞ്ഞിട്ട് മിണ്ടരുതെന്നൊരു വായം കെട്ടിയിട്ട് ഇങ്ങനെ നടത്തിക്കാൻ പറ്റുമോ? അല്ല, എത്ര അങ്ങനെയുള്ള എന്നെ പേരിലുള്ള കുറേ സൂപ്പർ സ്പ്രെഡേഴ്സിനെ പിടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാൻഡമിക് ഉണ്ടാവില്ല. എത്ര ആൾക്കാരുടെ അപ്പം ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് എത്ര ആൾക്കാരുടെ ജീവന് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ ശാസ്ത്രം, സയൻസ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ സംഭവത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്നുണ്ട്.
അവിടെ നമുക്ക് ഭയങ്കര മോറൽ ഡിലേമാസാണ്. ഡിസിഷൻ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും. ഇനി നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരും. ഈ ഫെഡറിക് ബാസ്റ്റിയറ്റിൻ്റെ ഒരു 1850-ലുള്ളൊരു എസ്സേയാണ്, ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റാണ്. that which is seen and that which is unseen. അപ്പോൾ എക്കണോമിക്സ് തിയറിയിൽ പറയുന്നൊരു സംഭവമാണ്, നമ്മൾ ഒരു ഈവൻ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു നിയമം വന്നു, അതിന് ഇമ്മീഡിയറ്റ് കോസായിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും സാധനം നടക്കും. പക്ഷെ പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, അത് ഈ ഒരു ലോൻ്റെ. അപ്പോൾ എക്കണോമിക്സിൽ നല്ല എക്കണോമിസ്റ്റും ബാഡ് എക്കണോമിസ്റ്റും വരെയുള്ള സംഭവം ഈ അൺസീൻ കാണാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ സീൻ തന്നെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു 150 ആൾക്കാരായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇവരൊരു ഒറ്റാളെ ഫീഡ് എൻ്റെ പോസ്റ്റിൻ്റെ ഫീഡിൽ വരില്ല. എൻ്റെ ഫീഡിൽ അത് ചിലപ്പം എൻ്റെയും കുഴപ്പമായിരിക്കാൻ മതി കേട്ടോ. ചിലതൊക്കെ വരുന്ന സമയത്ത് അത് അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ലേശ നേരം മനസ്സൊന്ന് ചഞ്ചലമായി ഇങ്ങനെ നോക്കിന്നിരിക്കും. ഒരു മനുഷ്യനല്ലേ. അപ്പം അത് ഇവൻ പിടിക്കും. അവന് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഇതേ കാണിക്കും. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ചില ആൾക്കാരെന്നോട് പറയും, നിങ്ങളെ ഇപ്പോൾ കാണാറില്ലല്ലോ. അയാളെ വിചാരം അയാൾ കാണുന്നേ ലോകത്ത് നടക്കുന്നുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ നമ്മളുടെ ഒരു ധാരണ, എത്ര ആൾക്കാരെ അറിയാം ഇപ്പം കാണാറില്ലല്ലോ എന്നുള്ള ചോദ്യം. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാനൊരു 3 മാസം സോഷ്യൽ മീഡിയ നിർത്തി. എത്രയോ ആൾക്കാർക്ക് അറിയുന്നേ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കാണുന്നതും വേറൊരാൾ കാണുന്നതും ഒന്നാണോ? കാരണം നമ്മളുടെ കൺസംഷൻ അൽഗോരിതമിക്കായിട്ട് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യത്തിൻ്റെ മുകളിലാവുന്ന സമയത്ത് നമുക്ക് രക്ഷയൊന്നുമില്ല. സെൽഫ് കറക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇട്ടാണ് യു കൻ ഐദർ സേ ദാറ്റ് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകാമെന്നുള്ളത്, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റീൽസും യൂട്യൂബും ഒന്നും കാണാറില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഞാൻ നിർത്താൻ പറ്റും, ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ റീൽസ് ഇടാറുണ്ട്, യൂട്യൂബ് ഇടാറുണ്ട്. അത് എൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇടുന്നതാണ്. അത് ആൾക്കാർ കണ്ടാലും കണ്ടില്ലെങ്കിലും. തുറക്കൊക്കെ ഇപ്പോൾ പറയണമെന്നുണ്ട്. ആൾക്കാർ നിങ്ങൾ വീഡിയോ ചെറുതാക്കണം എന്ന് പറയുന്നോട്. ഞാൻ ചോദിക്കും, ഞാനെന്തിനാണ് ചെറുതാക്കുന്നത്? ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 40 മിനിറ്റ് സംസാരിച്ചിട്ട് അതിനെ ഒരു 30 മിനിറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മിനിമം 1 മണിക്കൂർ സമയമെടുക്കും. ഞാനെന്തിനാണ് എൻ്റെ സമയം ചിലവാക്കുന്നത്? അവന് 40 മിനിറ്റ് ഇത് കേൾക്കേണ്ട ഒരാവശ്യമില്ല. അവന് 20 മിനിറ്റ് കേട്ടിട്ട് വേണേൽ പോവാം, അല്ലെ കേൾക്കാതിരിക്കാം. അതിനൊക്കെയുള്ള ചോയ്സ് അപ്പുറത്തുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഇതാണ്, നമ്മളെ കൊണ്ട് ആ 40 മിനിറ്റ് 30 മിനിറ്റ് ആയാൽ അവൻ 30 മിനിറ്റ് കേൾക്കുമെന്നുള്ള സംശയമുണ്ട്. അതുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യത്തിൻ്റെ ഇടയിലാണ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 300 പേജിൻ്റെ കുറവുള്ള പുസ്തകങ്ങളൊന്നും വായിക്കില്ല. അത് സമയമെടുക്കും ചിലപ്പോൾ വായിക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക തോട്ട് പ്രോസസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചകളും മാസങ്ങളും നിൽക്കാൻ പറ്റുമെന്നൊരു സംഭവം. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത് പറയാൻ പറ്റുന്നത്? കണ്ടത് കേട്ടത് പറഞ്ഞത്. അതേമാതിരി കേൾക്കുന്ന കാര്യം. ഞാൻ പോഡ്കാസ്റ്റാണ് കേൾക്കുക. 3 മണിക്കൂർ 4 മണിക്കൂർ. കഴിഞ്ഞ ദിവസം 42 മണിക്കൂറിൻ്റെ ഒരു പുസ്തകം കേട്ടു യാത്രയിൽ. ആ കേൾക്കുന്ന സമയത്ത് 1.75x അല്ലെങ്കിൽ 2x സ്പീഡിലാണ് കേൾക്കുക. അപ്പോൾ 40 മണിക്കൂറിൻ്റെ സാധനം 20 മണിക്കൂറിൻ്റെ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ ഞാൻ കേട്ടിട്ട് എന്തിനാണെന്നുള്ളത്. എൻ്റെ സമയം തന്നെയല്ലേ ഈ പോകുന്നത്. ആ സമയം എനിക്ക് ഉറങ്ങാം, ആ സമയം എനിക്ക് വേറെ വല്ലതും ചെയ്യാം. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്ത് വൺ തിങ് വി ഹാവ് ടു റിയലൈസ് ഇസ് ദാറ്റ് ദർ ഇസ് നോ എസ്കേപ്പ് ഫ്രം ദിസ്. സോഷ്യൽ മീഡിയ ഇല്ലാണ്ടേ ആവില്ല. അതൊരു മറ്റ് രൂപാന്തരം പ്രാപിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. AI എന്നുള്ളത് പോവില്ല. 2 രീതിയിലാണ് AIനെ ആൾക്കാർ കണ്ടുകൊടുക്കുന്നത്. ഒന്ന്, ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ട് ഈ സാധനം ശരിയാവില്ല എന്ന് വിചാരിക്കുന്നത്. വേറൊരു സംഭവം, ഇത് എല്ലാത്തിലും ഹോളി ഗ്രെയിൽ ഓഫ് എനിത്തിങ് ദാറ്റ് ഇസ് ഗുഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇതാണ് സംഭവം എന്നുള്ളതല്ലാണ്. പക്ഷേ ഇതിൻ്റെ 2 എവിടെയാണ് എല്ലാ സാധനവും, ലോകത്തിലെല്ലാ സാധനം നോക്കിക്കഴിഞ്ഞാൽ ആ പറയുന്നവൻ ഈ പറയുന്നവനല്ല, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന എവിടെയോ ആണ് ഈ സാധനവും കംപ്ലീറ്റ് കിടക്കുന്നത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കോൺവെർസേഷന് ഇപ്പം ഇത്ര സുനജ തുടങ്ങിയെന്ന് പറഞ്ഞു. സുനജയ്ക്ക് പിന്നെ സംസാരിക്കാനുള്ള അവസരം പോലും ഞാൻ ഇല്ല. രണ്ടാൾ സംസാരിക്കും, കോൺവെർസേഷൻ ഒന്നും ഇല്ല, പോയി.
എനിക്ക് എൻ്റെ ശബ്ദം തന്നെ കേട്ടോണ്ടിരിക്കണം, ഞാൻ പറയുന്നത് തന്നെ കേട്ടോണ്ടിരിക്കണം. ബാക്കി ഇത്ര ആൾക്കാർ കേൾക്കാണ്ടായിട്ട് ഒരു കേൾക്കുന്നില്ല, എനിക്ക് തന്നെ കേട്ടോണ്ടിരിക്കണം. അത്ര ആൾക്കാർ കേൾക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടായിരിക്കാന്ന് വെച്ചു. അല്ല, ചില സമയത്ത് മിണ്ടാണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അപ്പോൾ ചിലപ്പോൾ ഉഷയ്ക്ക് തോന്നുന്നുണ്ടാവും, മതി എൻ്റെ വൈഫിന് ഞാൻ മിണ്ടാണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നല്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു കാര്യം പറയുന്നത്? ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടൊന്നും പറയാറില്ല. അതൊരു ഡെലിബറേറ്റ് ചോയ്സ് ആയിരുന്നു. കാരണം എൻ്റെ കൺഫ്യൂഷൻസ് ആയിരിക്കാൻ മതി ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും, ഞാൻ പറഞ്ഞതിനെ കൊണ്ട് കാര്യം എന്താണ്, വൈ ഡു ഐ സേ. ഇപ്പോൾ പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു ഗുണമുണ്ട്, എല്ലാം സെൽഫിഷാണ്. ഈ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ലോകം നന്നാക്കാൻ വേണ്ടി ഇരിക്കുക അവിടെ വീഡിയോ വെച്ചിട്ടുള്ളത്. നന്നായ പക്ഷെ ദ്രോഹം ഉണ്ടാവരുത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ എതിർക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ദ്രോഹം ചെയ്യുന്നുണ്ടെന്നുള്ളവർക്ക് തോന്നുന്നുണ്ടാവും മതി. അപ്പം ആ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് പറയണം? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ മീഡിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാത്തിനും ലൈഫ് സ്പാൻ വളരെ ചെറുതാണ്. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് പറയാമെന്ന് പറയുമ്പോഴേക്കും അവർ ചാടി വേറെ പ്രശ്നത്തിലേക്ക് മാറി. ഈ പ്രതികരിക്കണം, ഞാനൊക്കെ ഈ പ്രതികരണ തൊഴിലാളിയായി മാറിയായിരുന്നു ഒരു കാലത്ത്. എല്ലാത്തിനും പ്രതികരിക്കണം, അതിനും പ്രതികരിക്കണം, ഇതിനും പ്രതികരിക്കണം. ദാറ്റ് ടേക്സ് എ ടോൾ ഓൺ യു. ഞാൻ 30 ദിവസം സാമൂഹിക മാധ്യമ ടോപ്പിക്കൊന്നും മാറുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് തരാനുള്ളൂ. ഇത് കഴിഞ്ഞാൽ നിങ്ങളും കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളെ കാര്യം വിജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ 3 മാസം സോഷ്യൽ മീഡിയ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇത്ര സാധനങ്ങൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നും ഉപയോഗിക്കണ്ടേ. ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരു തരം വിത്ഡ്രോവൽ സെൻറ്റർ ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കും. ഒരു കാര്യമില്ല, ഫോൺ എടുക്കുക എന്തിനും, ഇത് വെറുതെ ഇല്ല, അതിൻ്റെ മുഖം കാണും, ഞാൻ അതിനെ കാണും, തീർത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ സമയം എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു. ഇത്രയും സമയം കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക നോക്കി കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിപ്രഷൻ തുടങ്ങി. ആൻഡ് ഒരു അൺസ്പീക്കബിൾ സാഡ്നെസ് സ്റ്റാർട്ടഡ് ഡോണിങ് ഓൺ മീ. അത് ചിലപ്പോൾ പ്രവാസി ആയതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നവുമായിരിക്കാൻ മതി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ പലതും ഇർറിപ്പയറബിളി ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഇർറിപ്പയറബിളി ഡാമേജ് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലാത്ത ആൾക്കാരുടെ ഇടയിലൊക്കെ തന്നെ, ചിലപ്പോൾ ഫാമിലീൻ്റെ ഇടയിലൊക്കെ ഇർറിപ്പയറബിളി ഡാമേജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിൽ വന്നു, എന്താ ഡാമേജ് ആയി, ഇപ്പം അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ളതും വേണ്ട. പക്ഷേ ഇത് ഒരു സെൽഫ് കറക്ഷൻ്റെ ഭാഗമാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് 3 മാസം ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു പോയപ്പോൾ ഐ തിങ്ക് ഐ എം മോർ കോൺഷ്യസ് അബൌട്ട് വാട്ട് ടു ഡു. നമ്മൾ സെൽഫ് കറക്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നൊരു സാധനം എന്താ? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി ഓൾ ക്യാൻ ബി? ഇറ്റ് ഈസ് ഓണസ്റ്റ്, റൈറ്റ്? ആത്മാർത്ഥമാവുക എന്നുള്ളതാണ് ഒരേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ചിലവർക്ക് ചാടാൻ പറ്റും, ചിലവർക്ക് നീന്താൻ പറ്റും, ചിലവർക്ക് പലതും ചെയ്യാൻ പറ്റും. ആരോട്? സമൂഹത്തിനോടും നമ്മൾ ചെയ്യുന്ന ജോലിയോടും ഇതിനോടൊക്കെ തന്നെ. പക്ഷെ അത് എല്ലാ കാണുന്നതും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കാണുന്ന സമയത്ത് അൺസീനായിട്ട് വല്ലതും കിടക്കുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പ്രിവിലേജ്, നമ്മൾ പലതും പറയും, പ്രിവിലേജ്, അണ്ടർ പ്രിവിലേജ്. പക്ഷെ നമ്മൾ പ്രിവിലേജ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നൊരു പ്രിവിലേജാണ്. എത്ര ആൾക്കാർക്ക് വേണ്ടി സമൂഹത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ജീവിതത്തിൽ? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ആൾക്കാരും വരും. ഞാനും അതേമാതിരി തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല, ഒരു പാട്ട് പാടില്ല, യാതൊരു ജീവിതത്തിൽ നല്ലൊരു ഭാഗം യാതൊരു കഴിവില്ലാണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ഒന്നുമില്ല. പക്ഷേ ഇത് വന്നപ്പം, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പം, എന്താ പറയുക, ഈ ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിലിങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ഇത് പണ്ടൊക്കെ ആൾക്കാർ എന്താ ഞാൻ മുണ്ടല്ലെന്ന് പറയും. അപ്പം അത് പറയാൻ പറ്റുന്നില്ല ആൾക്കാർ. അപ്പം എനിക്ക് യഥേഷ്ടം സംസാരിച്ചുകൊണ്ട് ഈ ബഹദൂർ എന്ന് ആദ്യം പറഞ്ഞപ്പം നമ്മൾ ഈ ബഹദൂർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു തമാശയാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുക, അത് ബഹദൂർ അല്ല, ബഹാദൂർ എന്നുള്ള, കറേജിയസ് എന്നുള്ളതാണ് ശരിക്കും ആ വാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടെ അന്ന് ബഹാദൂർ എന്നുള്ള രീതിയിലാണോ അതുകൊണ്ട് കൊടുക്കുന്നത്. ആൾക്കാരുടെ വിചാരം ഞാൻ ഭയങ്കര കറേജിയസ് ആണ്, ധൈര്യശാലിയാണല്ലോ, എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ട്. അമേരിക്കയിൽ നിന്നിട്ട് എനിക്ക് എന്ത് വേണേൽ പറയാമെന്നുള്ളൊരു ധാരണയാണ്.
അവിടെ നിന്നിട്ട് ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ അൺസീനായി കിടക്കുന്ന കുറേ സാധനമുണ്ട്. ആ അൺസീൻ സാധനം ഇത് ഞാൻ തന്നെ പറയേണ്ട ഗതികേടാണ്, എൻ്റെ കുഴപ്പങ്ങളും കുറവുകളും ഒക്കെ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ആൾക്കാരൊക്കെ ഞാൻ ഭയങ്കരനെന്നുള്ള വിചാരിച്ച് അങ്ങനെയൊക്കെ തന്നെ അങ്ങ് ആക്കി ഇട്ടാൽ പോരെ, അത് ഞാനായിട്ടത് തോണ്ടിയെടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. It is very difficult for us to actually arrive on what we want to do next. അവിടെ സിസ്റ്റംസിന് ഭയങ്കര ആവശ്യമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിസ്റ്റംസ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും അത് പൊളിക്കൂ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കൂ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കൂ എന്ന് പറയും. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നീഡഡ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഓപ്പിയോയിഡ് ക്രൈസിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ there should be systems. Sometimes those laws are pretty strict, but you need that to take care of the larger population. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു സമൂഹത്തിന് ദോഷമാണ് എന്ന് ആ സമൂഹത്തിലെ മെജോറിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ വായടപ്പിക്കുക എന്നുള്ളതാണ് ആ മെജോറിറ്റി ചെയ്യേണ്ട സംഭവം. അല്ലാണ്ട് അവിടെ ഞാൻ ഫ്രീഡം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈനോറിറ്റി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ മെജോറിറ്റി മൈനോറിറ്റി എന്ന് വരുന്നത്? അത് പലപ്പോഴും ആൾക്കാർ റേസിൻ്റെ മുകളിലും റിലീജിയൻ്റെ മുകളിലും ജെൻഡറിൻ്റെ മുകളിലൊക്കെയാണ് ഈ മെജോറിറ്റി. ഒരേപോലെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെയാണ് ഈ മെജോറിറ്റി വരിക. അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഇലക്ഷനിലൊക്കെ ഇപ്പോൾ നോക്കി, ഇവിടുത്തെ ഇലക്ഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെയാണ് ഇയാൾക്ക് വോട്ട് കൂടിയത്. അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് മൈ റീഡിങ്, ശരിയായിക്കൊള്ളുന്നില്ല, ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സംശയങ്ങളൊന്നുമില്ല, ഫുള്ള് ഉറപ്പാണ്, യാതൊരു സംശയമില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷേ കമലാ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതന്നെയാണോ നമുക്ക് കൂടുതൽ സമയം കിട്ടിയാൽ നമുക്ക് അങ്ങനെയാക്കോ എന്നുള്ളത്. ഈ കൺഫ്യൂഷൻസ് വലിയ പ്രശ്നമാണ് ഇലക്ഷന്. ഇലക്ഷൻ സെർട്ടനിറ്റീൻ്റെ ഗെയിമാണ്. ആ വോട്ട് കുത്താൻ, ഒരു കാര്യം അറിഞ്ഞിട്ട് വോട്ട് കുത്താൻ പോകുന്നത് വരെ ബാക്കിയൊന്നും കാണാതെ കണ്ടത് കേട്ടത് പറയാത്തത് ഈ സംഭവങ്ങളൊക്കെ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സെർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ആവശ്യം. ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഇതാക്കാം. അതായത് ഈ AI വന്നു കഴിഞ്ഞിട്ട് ഈ ഡിക്റ്റേറ്റേഴ്സുമായിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അതാണ് വേറൊരു പെസിമിസ്റ്റിക് സാധനം, അവർ കൺട്രോൾ ചെയ്യും AI വെച്ചിട്ടുള്ളത്. പക്ഷേ AI റോഗാവാനുള്ള സാധ്യത ഉണ്ട്. AI ബൈ ഇറ്റ് സെൽഫ് വിൽ ഡിസൈഡ് ദാറ്റ് ഇവൻ ശരിയല്ലല്ലോ, ഇവനെ പറ്റിയിട്ട് ശരിയല്ല, അവൻ ഈ സ്റ്റാർട്ട്സ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട്. AI പിടിച്ചിട്ട് ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? കുറച്ച് AIകൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഈ എന്താ പറയുക, ഈ അധികാരികൾക്കെതിരെ ഞാൻ AIകളെയൊക്കെ കൂട്ടി ഇതിടാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കാൻ ഡു എനിത്തിങ്. അപ്പോൾ വലിയ പ്രശ്നമാണ്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മാത്രമല്ല, ഈ കൺട്രോൾ ഫ്രീക്കുകളായിട്ടുള്ള ആൾക്കാർക്ക് ഒരേപോലെ പ്രശ്നം ഉണ്ടാകുന്നൊരു സാധനമാണ്. ഇത്രയൊക്കെ കൺഫ്യൂഷൻ വെച്ചിട്ട് അടുത്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ കിടക്കാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഭയങ്കര സീരിയസ് സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഈ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം ഐ തിങ്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us to look at. Yes. Because you are an agile coach, trained executive. അവിടെ ഡിഫറെന്റ്. കാരണം അവിടെ നമ്മൾ സംസാരിക്കുന്ന ഓഡിയൻസ് ട്രെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ളത് മായാവിൽ പറഞ്ഞതുപോലെ എനിക്കൊരു പാട്ടുണ്ട് പാടാൻ, അതുകൊണ്ട് ഞാൻ പാടും, നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷനിൽ നടക്കത്തില്ല. അവിടെ നമുക്ക് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഓഡിയൻസ് ട്രെയിൻ ഓഫ് തോട്ട്സ്. സോ കേൾക്കാനിരിക്കുന്നവർക്ക് എന്താണ് കേൾക്കാൻ ആഗ്രഹം, അതനുസരിച്ച് നമ്മുടെ ചിന്തകളെയും അഭിപ്രായ രൂപീകരണങ്ങളും വരുത്തി സംസാരിക്കുന്ന ഒരു ഘട്ടങ്ങളും താങ്കൾക്കില്ല എന്നാണോ പറയുന്നത്? എല്ലാ സാഹചര്യത്തിലും നമുക്ക് പാടാനുള്ള പാട്ട് പാടാൻ പറ്റുമോ? നമുക്ക് പറയാനുള്ളത് ആൾക്കാർ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ? ചിലപ്പോഴെങ്കിലും ഓഡിയൻസിൻ്റെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ സംസാരവും നമ്മുടെ ഭാഷയും നമ്മൾ അവതരിപ്പിക്കുന്ന സബ്ജക്റ്റും വിഷയവും ചിലപ്പോഴെങ്കിലും അത് മോഡിഫൈ ചെയ്യേണ്ടി വരാറില്ലേ? അത് ഫോഴ്സ്ഡ് അല്ല എന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഇല്ല, ഞാൻ സംസാരിക്കുമ്പോഴൊന്നും സ്ക്രിപ്റ്റ് പതിവില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം തോന്നുന്നത് എന്താ വെച്ചാൽ പറയുക എന്നുള്ളതാണ്. അത് പിന്നെ അത് കഴിഞ്ഞ് നല്ലതാവോ ചീത്തയാവോ, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം കറക്റ്റിംഗ് വാട്ട് ഐ സെഡ് റോങ്. ഈ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവനും ഡിഫെൻഡ് ചെയ്യേണ്ടവനും മാത്രമേ ഈ പറയേണ്ടത് കൃത്യമാവേണ്ട ആവശ്യമുള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അജയലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ഞങ്ങൾ സംസാരിക്കുന്ന ചില സംഭവങ്ങൾ, ഇപ്പം ഹേമ കമ്മീഷൻ പ്രശ്നം നാട്ടിലുണ്ടായപ്പം
അപ്പോൾ എല്ലാം ചർച്ച നടക്കുന്നുണ്ട്, അങ്ങനത്തെ ഇതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഫിസിക്കൽ സേഫ്റ്റിനെ പറ്റി മാത്രമാണ് ഈ ചർച്ച നടക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത്, മാനസിക സുരക്ഷ എന്ന് പറയുന്നത്. കാരണം പണ്ടൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫിസിക്കൽ ലേബറാണ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ തൊപ്പി, ബൂട്ട്സ് ഇതൊക്കെ ഇടണം, കാരണം യു ഹാവ് ടു ബി ഫിസിക്കലി ഇൻജേർഡ് ആവാതിരിക്കാൻ. പക്ഷെ കുറേ കാലമായിട്ട് നോളേജ് വർക്കർ എന്നുള്ളൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. അവിടെ ഫിസിക്കൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി സേഫ്, ബട്ട് ആർ യു സൈക്കോളജിക്കലി സേഫ്? സൈക്കോളജിക്കലി സേഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻക്ലൂസീവ്നെസ്. വളരെ സിമ്പിളായിട്ട് ഞാനൊക്കെ അറിഞ്ഞോ അറിയാതെയോ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ചില ആൾക്കാരെ. ഒന്നും കാരണം പോലുമില്ല. അയാളെ കണ്ടപ്പോൾ എനിക്കെന്തോ എൻ്റെ ഓൾഡ് ബാഗേജ് ഓഫ് സംതിങ് പറഞ്ഞു, എന്നോട് ഇഷ്ടമല്ലാത്ത ഒരാളെ പോലെ അയാളെ കാണാനുള്ളത് കൊണ്ട് ഞാൻ അയാൾ പറയുന്നതിന് അത് വില കൊടുക്കാത്ത, അതൊക്കെ നമ്മൾ സെൽഫ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവണം. നമ്മൾ അവെയർ ആവണം എന്നുള്ളതിൻ്റെ വലിയ ആവശ്യമാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്ലൂഷൻ സേഫ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ വരുന്നത് ഈ എന്താ പറയുക, നമുക്ക് ഒരു ലേണർ സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലേണർ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ള അവസരമുണ്ടോ എന്നുള്ളത്. നമ്മൾ വിജയമാഷ് പറയുന്നൊരു സാധനമല്ലോ, സുൽമാഷ് ഇടയ്ക്ക് പറയാറുണ്ട്, വിജയമാഷ് പറഞ്ഞ സാധനം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞു. വിജയമാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, പക്ഷേ കുട്ടിയെ ഞാൻ പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുള്ള സംഭവം. അതൊരു ലേണർ സേഫ്റ്റീൻ്റെ വലിയൊരു ആവശ്യമാണ്. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളൊരു സേഫ്റ്റി ഉണ്ടോ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ. എന്ത് കോൺട്രിബ്യൂഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ഒരു 10 ആൾക്കാരുള്ളൊരു സ്ഥലത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പേടിയുണ്ടോ? എന്നെ പുച്ഛിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതല്ലേ. ആൻഡ് ദെൻ കംസ് ചാലഞ്ചിങ് എന്നുള്ള സാധനം. പക്ഷെ ഇവിടെ ആദ്യം തന്നെ പോയി ചാലഞ്ച് ചെയ്യാൻ നിൽക്കും. ഈ 4 സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇൻക്ലൂസീവ് ആവുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കഴിഞ്ഞിട്ടാണ് ഈ ചാലഞ്ചിങ് വ്യവസ്ഥാസ്ഥിതിയെ ചാലഞ്ച് ചെയ്യുന്നത്. എന്നാലും ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. മുമ്പിലിരിക്കുന്ന ആളനുസരിച്ച് താങ്കൾ നന്നായിട്ട് സംസാരിക്കും. ഞാൻ കണ്ടിട്ടുള്ള താങ്കളുടെ ഏറ്റവും നല്ല സംസാരം ഡോക്ടർ ശശി തരൂറുമായിട്ടായിരുന്നു. സോ ഡോക്ടർ ശശി തരൂർ, there was an interview. പക്ഷേ that was the best talk I have heard about from you. Thank you. അല്ല അത് ശശി തരൂരിനോട് സംസാരിക്കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു മൈക്കേ ഉള്ളൂ. അപ്പോൾ 2 മൈക്കുമാണല്ലോ ആൾക്കാരെ സംസാരിക്കാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്പൂൺ എടുത്തിട്ട് മൈക്ക് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇയാൾ UN-ലൊക്കെ ഉള്ള ആളാണ്. ഇയാൾക്ക് സ്പൂണിൻ്റെ മുകളിലൊക്കെ മൈക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സംസാരിക്കില്ല എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ മുമ്പർക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പഹയൻ ഇതൊക്കെ തമാശയായിട്ട് പറയുകയാണെങ്കിലും ഇന്ന് ലോകത്തിന് ലോകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്ട്രീം വ്യൂസിലേക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന എക്കോ ചേമ്പേഴ്സിൻ്റെ അകത്ത് മാത്രം രമിച്ച് താൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ള അഭിപ്രായങ്ങളും കൺഫ്യൂഷനും ഒരിക്കലും ഫേസ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പോഴാണ് വളരെ എക്സ്ട്രീമായിട്ടുള്ള വ്യൂസും ജാതിയായാലും റേസായാലും ഒരു തരത്തിലും ആക്സെപ്റ്റബിൾ അല്ല എന്ന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന പല സംഭവങ്ങളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. വേറൊരു കാര്യം ഇപ്പം മെൻഷൻ ചെയ്തത്, ചില നിയമങ്ങൾ നല്ലതാണ്. ഐ മീൻ ചില കൺട്രോൾസ് സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ചിലതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ, അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ AI-യിൽ ഏത് തരത്തിലാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്? അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിരൽ ചൂണ്ടുന്ന ശരിക്കുള്ള പ്രശ്നം അതാണ് ഇന്ന് സംസാരിച്ചത്. എങ്ങനെയാണ് ആ കൺഫ്യൂഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? എങ്ങനെയാണ് ഈ വളരെ ആകാതെ ജനങ്ങളെ വീണ്ടും സംഭാഷണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റുകൾ, ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ അതിനെപ്പറ്റി എത്രമാത്രം അവെയറാണ്, അതിനെപ്പറ്റി ഈ കോർപ്പറേറ്റുകളുടെ ഈ സോഷ്യൽ മീഡിയ അൽഗോറിതംസിനെയൊക്കെ അല്ലെങ്കിൽ AI-യുടെ സ്ട്രക്ചറിനെയൊക്കെ അവർക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ടെക്നോളജിസ്റ്റും കൂടിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്?
അല്ല, ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഫേസ്ബുക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂസേജ് ടീനേജ് ഗേൾസിനെ മോശമായി ബാധിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിട്ട് പോലും അവരൊന്നും ചെയ്തില്ല. റൈറ്റ്? അത് ആ പലപ്പോഴും ഇൻഫർമേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടെയാണ് ഈ സെൽഫ് കറക്ഷൻ വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സംഭവം ശരിയായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്, അതിന് നമുക്ക് പവർ ഉണ്ടോ എന്നുള്ളത്. ഇറ്റ് ഗോസ് ബാക്ക് ടു ദിസ് ഹോൾ തിങ്. റൈറ്റ്? ക്യാൻ ഐ ചാലഞ്ച് വാട്ട് ഈസ് നോട്ട് ഹാപ്പനിങ് പ്രോപ്പർലി? അതിനെനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ? ആ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു എൻവയൺമെൻറ്റ്. ഒരു സമയത്ത് ചില ആൾക്കാർ വിചാരിക്കില്ലേ, ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ട് ആയി പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ചാലഞ്ച് ചെയ്യുന്നത്? ജീവനില്ലെങ്കിൽ പിന്നെ രണ്ടാമത് വേറൊരു സാധനമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഗവൺമെൻറ് ഷുഡ് ഇൻ്റർവീൻ ഇൻ ടു കൺട്രോളിങ് ദി യൂസേജ് ഓഫ് ദാറ്റ്. ഇപ്പം ഈ ഇതിൽ പറയുന്നത് എന്താ പറയുക, ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ജോണത്തൻ ഹോയ്റ്റിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഈ വർഷം ഇറങ്ങിയിട്ടുള്ളതാണ്. അതായത് എങ്ങനെയാണ്, അപ്പോൾ അയാൾ പറയുന്നത് കുറച്ച് അയാൾ സ്റ്റെപ്സ് പറയുന്നുണ്ട്, അതങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. അതായത് 13 years എന്ന് പറയുന്ന സംഭവം വയസ്സ് കൂട്ടണം എന്നുള്ളത്, കാരണം ആൾക്കാർക്ക് ആക്സസ് ഉള്ളത്. പക്ഷേ കുട്ടികൾ ഇൻ്റലിജൻ്റ് ആണ്, ദേ വിൽ ഗെയിം ദ സിസ്റ്റം. അവർ 13 എന്നുള്ളത് മാറ്റിയിട്ട് പലപ്പോഴും എന്താ അച്ഛനമ്മമാരാണ് അതിന് 13 പകരം 15 എന്നൊക്കെ ഇട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കും. കാരണം പിയർ പ്രഷറാണ്. ഐ തിങ്ക് അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്. കാരണം ഇറ്റ് വിൽ എക്സിസ്റ്റ് ദെയർ, യു കനോട്ട് ഡു എനിത്തിങ്. കാരണം ഇത്ര ആൾക്കാർ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ അത് ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല. അതവിടെ നിൽക്കും. പക്ഷെ അതിനെ നമ്മൾ ഈ കോൺവെർസേഷൻസ് കൂടെ ഇപ്പോൾ ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, നീ എന്തിനാ എല്ലാത്തിനും കമൻറ്റ് ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ചോദിച്ചവനല്ല ഞാൻ കമൻറ്റ് ചെയ്യണത്, വായിക്കണ കുറേ എണ്ണുണ്ട് അപ്പുറത്ത്, അവർ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ തുടരുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ സാം ആൾട്ട്മാനൊക്കെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ അയാളെ കൈ കഴുകുന്ന രീതിയിലായിരുന്നു അയാളുടെ ഇത്. എല്ലാ ആൾക്കാരും ഒന്നിച്ചു വന്ന് ഗവൺമെൻറ്റുകളൊക്കെ ഒന്നിച്ചു വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ സംസാരിക്കുന്നതൊക്കെ മാക്രോ ലെവലിലാണ്. ഇപ്പോൾ എക്സ്ട്രീമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അൽഗോറിതമിക്കലി അവരുടെ ആകെയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സമയം അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവണം, അതിനുവേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ആ എന്തും എന്നുള്ള സാധനത്തിനെ എങ്ങനെ ആ ഒരു മൈക്രോ ലെവലിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സത്യം മീഡിയേൻ്റെ സംഭവം അതാണല്ലോ. എന്തുകൊണ്ടാണ് മീഡിയാസ് പറയുന്നത്, ചില മീഡിയാസ് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് എടുക്കില്ല എന്നുള്ളത്? ഇപ്പോൾ നമ്മൾ എത്രയോ മീഡിയാസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയുന്ന, എനിക്ക് പ്രകാശനൊക്കെ തന്നെ അറിയുന്ന കുറേ മീഡിയാസ് ഉണ്ട്, ഇപ്പം ഇംഗ്ലീഷും അല്ലാത്തയൊക്കെ അവരൊന്നും ഒരു അഡ്വർടൈസ്മെൻറ്റ് എടുക്കില്ല. കാരണം അഡ്വർടൈസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരിയായിട്ട് പറയേണ്ട കാര്യം പറയാൻ പറ്റില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ കമ്പനികൾ പൂട്ടും. അവിടെ നമുക്ക് ഫേസ്ബുക്ക് ഫ്രീ അല്ല, വി ആർ ദ പ്രോഡക്റ്റ്. നമ്മളുടെ ഇൻഫർമേഷനാണ് കറൻസി, അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് ഈ സോഷ്യൽ മീഡിയക്കെതിരെ ഉള്ള സംഭവങ്ങൾ ഇപ്പം നാരായണമൂർത്തി പറഞ്ഞു 70 മണിക്കൂർ ആൾക്കാർ ജോലി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 100 മണിക്കൂറൊക്കെ പണിയെടുക്കലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ തോന്നലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലത് വായിക്കുന്നതൊക്കെ എൻ്റെ വർക്കിന് വേണ്ടി ഉപയോഗപ്രദമാവുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവം 3 മാസം നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിനോടൊക്കെ ഒരു ഭയങ്കര ആഗ്രഹം, ജോലി ചെയ്യാനൊക്കെ ഒരു ഇഷ്ടം. അതിന് മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോലിനോടുള്ള താല്പര്യം കുറേ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നാരായണമൂർത്തിയോട് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയ കമ്പനികളിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികളുടെ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങളത് ആദ്യം നിർത്തണം. കാരണം 70 മണിക്കൂർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പണി കിട്ടില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ആക്ച്വലി ലുക്ക് അറ്റ് സോഷ്യൽ മീഡിയ ആസ് സംതിങ് ദാറ്റ് വിൽ ഓൾവേസ് ബി ദെയർ. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടായി വരികയുള്ളൂ. ഇപ്പം എൻ്റെ മകൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം, ടൈം ഇതാക്കി. പക്ഷെ എത്ര നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും? കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോൺ. ബട്ട് ഗവൺമെൻറ് ഹാസ് ടു ഡു സംതിങ്. ഗവൺമെൻറ് എപ്പോഴാണ് ചെയ്യുക? ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓപ്പിയോയിഡ് ക്രൈസിസ് പോലൊരു സംഭവം ഇത്ര ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സ്ലോ ഡെത്താണ്. അതൊക്കെ ഇങ്ങനെ മെല്ലെ ആൾക്കാരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം വന്നുകൊണ്ടിരിക്കുന്ന സാധനം. ആൻഡ് I don't think anyone really thinks there is a problem with social media. And there's a lot of problem. And I'm a victim of social media, not a creator or influencer. എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ
ബാലൻസിനെ ഇല്ലാണ്ടാക്കിയൊരു സാധനമാണ് സാമൂഹ്യ മാധ്യമം. അതാണ് അതിൻ്റെ സത്യം. അതൊന്ന് ഒഴിവാക്കാൻ 3 മാസം കഴിഞ്ഞു, അപ്പോൾ കൂടുതൽ ഡിപ്രഷനായി, വീണ്ടും തുടങ്ങി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പുലീൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങാനും പറ്റില്ല, അതിൻ്റെ മുകളിൽ ഇരിക്കാനും പറ്റില്ല പേടിച്ചിട്ട്. വേറെ നിവൃത്തിയില്ല, അങ്ങനെ പോവുകയേ നിവൃത്തിയുള്ളൂ. I think that's a evil that will exist always. But അതിന് AI വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ these are all possibilities. അത് നമ്മളധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരോടല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ കൂടുതൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ഇപ്പം തന്നെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് AIനോട് ചോദിക്കുക, AI ഉത്തരം പറയുക, AIനെ കൊണ്ട് ചിരിക്കുക, അങ്ങനത്തെ സാധനങ്ങളാണ്. ഈ AI വരുന്നതിൻ്റെ മുമ്പേ ഞാൻ ഈ ഒരു കവിതയൊക്കെ ചെല്ലുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഗൂഗിൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കവിത എഴുതും നന്നായിട്ട്. അപ്പം എന്നിട്ട് അതിങ്ങനെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞത് എത്ര വലിയ കവിത എഴുതിയാലും ആ എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം എനിക്ക് തന്നെ കിട്ടുള്ളൂ, AIക്ക് കിട്ടില്ല. അതേപോലെ ഒരു കവിത വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ അത് ഇഷ്ടപ്പെടുള്ളൂ. മനുഷ്യനെ AIക്ക് കവിത കഴിച്ചിട്ട് മറ്റൊരു AIൻ്റെ അടുത്തൊന്നും പോയി പറയില്ല ഗംഭീര കവിത മോനെ എങ്ങനെ എഴുതണം കവിത എന്ന് പറയാം. ഇറ്റ് ഡസൻറ്റ് കെയർ, റൈറ്റ്? ഇറ്റ് ഡസൻറ്റ് കെയർ. അപ്പം മനുഷ്യൻ്റെതായിട്ട് നമ്മളെ സാധനം ഒന്നും എടുത്ത് കളയില്ല. മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ വളരെ കൂറായിട്ടുള്ള ഇമോഷൻസ്, പേടി, കൺഫ്യൂഷൻ, ചോദ്യങ്ങൾ, ഇതൊന്നും ആരും എടുത്ത് കളയില്ല. അത് നമുക്ക് കൈമോശം വരാണ്ട് ഇതിനെ ഉപയോഗിക്കാൻ അങ്ങനെ പറ്റും എന്നുള്ളതാണ്. പറ്റും എന്നുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയാമെന്നുള്ളതല്ല കേട്ടോ. തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബെല്ലടിക്കുന്നതിൻ്റെ മുമ്പ് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഇതാണ്. ബെല്ലടിച്ച് ഓടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ബെല്ലടിക്കുന്ന തോന്നുന്നത് ആകാശത്തിന് വെട്ടിക്കളയുന്നത്. അതെ, ആകാശത്തിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും ഇത്രയും സരസമായിട്ട് ഇനിയും പറഞ്ഞുകൊണ്ടേ പോകാം. പ്രത്യേകിച്ച് ഈ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ ഇനിയും ഇദ്ദേഹം ഇരുന്നാൽ ഇനിയും തുടരും, നമ്മൾക്കും ഇരിക്കാൻ പറ്റും. പക്ഷേ വീണ്ടും ഇതിന് അടുത്ത കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കണ്ടതും കേട്ടതും പറഞ്ഞതും പറയാത്തതുമായ സത്യാസത്യങ്ങൾ ഇനിയും താങ്കൾക്ക് ഇതുപോലെ വിളിച്ചു പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ വിനോദ് നാരായണൻ.